بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. വചനം 9. യാ അയ്യുഹൻ നബിയു, ഹേ നബിയെ, ജാഹിദി സമരം ചെയ്യുക, അൽ കുഫാറ അവിശ്വാസികളോട്, വൽ മുനാഫിഖീന കപടവിശ്വാസികളോടും, വഗ്ലുൽ പരുഷത കാണിക്കുകയും ചെയ്യുക, അലൈഹിം അവരോട്, വമഅ്വാഹും അവരുടെ സങ്കേതം, പ്രാപ്യസ്ഥാനം, ജഹന്നം ജഹന്നമാകുന്നു, വബിഇസ എത്രയോ ചീത്ത, വളരെ ചീത്ത, അൽ മസീർ തിരിച്ചെത്തുന്ന സ്ഥലം. ഹേ നബിയെ, അവിശ്വാസികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ സങ്കേതം ജഹന്നം നരകമാകുന്നു, ആ തിരിച്ചെത്തുന്ന സ്ഥലം എത്രയോ ചീത്ത. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. വചനം 10. ദറബല്ലാഹു അല്ലാഹു വിവരിച്ചു, ആക്കി, നിശ്ചയിച്ചു, എടുത്തു കാട്ടുന്നു, മസലൻ ഒരു ഉദാഹരണം, ഉപമ, ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, ഇമ്രഅത നൂഹിൻ നൂഹിന്റെ സ്ത്രീയെ, ഭാര്യയെ, വമ്രഅത ലൂത്തിൻ ലൂത്തിന്റെ സ്ത്രീ ഭാര്യയെയും, കാനത രണ്ടുപേരുമായിരുന്നു, തഹ്ത അബ്ദൈനി രണ്ടു അടിയാന്മാരുടെ കീഴിൽ, മിൻ ഇബാദിന നമ്മുടെ അടിയാന്മാരിൽപ്പെട്ട, സ്വാലിഹൈനി രണ്ട് സദ്വൃത്തരായ നല്ലവരായ, ഫഖാനതാഹുമ എന്നിട്ട് രണ്ടുപേരും അവരെ രണ്ടാളെയും വഞ്ചിച്ചു, ചതിച്ചു, ഫലം യുഗ്നിയ എന്നിട്ട് രണ്ടാളും ധന്യമാക്കിയില്ല, ഒഴിവാക്കിയില്ല, പര്യാപ്തമാക്കിയില്ല, അൻഹുമ അവർക്ക് രണ്ടാൾക്കും, അവരിൽ നിന്നും, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, ശൈഅൻ യാതൊന്നും, ഒരു വസ്തുവും, വഖീല പറയപ്പെടുകയും ചെയ്തു, ഉദ്ഖുലന്നാറ രണ്ടാളും നരകത്തിൽ പ്രവേശിക്കുക, മഅദ്ദാഖിലീൻ പ്രവേശിക്കുന്നവരോടൊപ്പം. അവിശ്വസിച്ചവർക്ക് അള്ളാഹു ഒരു ഉദാഹരണം എടുത്തു കാട്ടുകയാണ്, നൂഹിന്റെ ഭാര്യയെയും ലൂത്തിന്റെ ഭാര്യയെയും. രണ്ടു സ്ത്രീകളും നമ്മുടെ അടിയാന്മാരിൽപ്പെട്ട രണ്ട് സദ്വൃത്തരായ അടിയാന്മാരുടെ കീഴിലായിരുന്നു. എന്നിട്ട് രണ്ടുപേരും അവരെ വഞ്ചിച്ചു. എന്നാൽ അവർക്ക്, ആ രണ്ടു സ്ത്രീകൾക്കും, അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവർ രണ്ടാളും ഒഴിവാക്കിക്കൊടുത്തില്ല. അവരോട് പറയപ്പെടുകയും ചെയ്തു, നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന്. 9 വചനത്തിൻ്റെ വിശദീകരണം. അവിശ്വാസികൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാകൊണ്ട് അവരോടുള്ള സമരം ന്യായങ്ങളും തെളിവുകളും മുഖേന മതിയാവുകയില്ല. ആയുധങ്ങളും സംഘട്ടനങ്ങളും ആവശ്യമായിരിക്കും. എന്നാൽ കപടവിശ്വാസികൾ ബാഹ്യത്തിൽ മുസ്ലിങ്ങളാകൊണ്ട് അവരോടുള്ള സമരം
നീതിന്യായങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലും അവരിൽ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതു മുഖേനയും ആയിരിക്കും. രണ്ടു കൂട്ടരോടും സൗമ്യ നയവും വിട്ടുവീഴ്ചയും കാണിക്കുന്ന പക്ഷം അവർ ആ തക്കം ഇസ്ലാമിനെതിരായി ഉപയോഗപ്പെടുത്തുകയാണല്ലോ ചെയ്യുക.